ചേന പറിക്കാം. ഒരു കട പറിച്ച് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ കാണിച്ചാൽ. ഒരു കട പറിച്ച് വെച്ചിട്ടുണ്ട്. പറിക്കാണ്ട് കഴിഞ്ഞാലും പറിച്ചില്ല. അപ്പോൾ മണ്ണ് വെട്ടി കൂട്ടി കൊടുത്ത് ഇതായതാണ്. ഇത് നമുക്ക് ഒരു കടയും കൂടി ഉണ്ട്. അത് പറിച്ചെടുക്കാം. വലിപ്പമുണ്ട്. ചേന പറിക്കാണ്ട് കിടന്ന കാരണം നല്ല വലിപ്പം വെച്ചു. കഷ്ണങ്ങൾ വിളിപ്പോയി. അത് വിത്ത് മുളച്ചു കിടന്ന്. ചേന നമുക്ക് നാളെ ഒരു കഷ്ണം ഉപ്പേരി വറക്കാട്ടോ. ചേന വറുക്കുക വറുത്ത് ചേന ഉപ്പേരി വറക്കാം നാളെ ഒരു കഷ്ണം. ചേന ഇനിയും പറിക്കാൻ കിടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ പോലെ ഒന്നും പറിക്കാണ്ട് കിടന്നതാ. അത് കാരണം ഇത് പറിച്ച് നോക്കിയതാ. കൊണ്ട് 4-5 കിലോ ഉണ്ടാവുക വെയിറ്റ്. ഇപ്പം നമ്മൾ ഇന്നലെ ചേന പറിച്ചത് കാണിച്ചല്ലോ. ചേന ഞാൻ ഇതിപ്പോൾ വറക്കാന്നുള്ള ഇതിലാണ് ഞാൻ ഇത് പറിച്ചത്. ഒരു കഷ്ണം വറുക്കുകയും ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു കഷ്ണം ചേന വറുത്തരച്ചത് ഒരു കറി. ചേന വറുത്തരച്ചത് അത് നമുക്ക് ചെയ്യാം. ഇതിൽ നിന്നൊരു കഷ്ണം എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച ചേനയാണ്. അപ്പോൾ അതിൽ വലിയ കേടെന്ന് വെച്ചാൽ പറിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പം അതിൻ്റേതായ ഒരു ഇതുണ്ട്. പക്ഷെ ഉള്ളിലൊന്നും കുഴപ്പമില്ല. കുറച്ചധികം ചെത്തിക്കളയാൻ്റെ ഉണ്ടായിരുന്നോ. അപ്പം മുളച്ചു വന്നു. അപ്പം നമുക്കിത് കറി വയ്ക്കാം. ഒരു കഷ്ണം ഞാൻ ഈ വലിപ്പത്തിലാണ് നുറുക്കി ഇങ്ങനെ കഷ്ണങ്ങളാക്കി ചൊറിയും. ചേന ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ചേന ചൊറിയും ഭയങ്കര മടിയാവും ചത്താനൊക്കെ. അപ്പോൾ അതും ഇവിടെ പറമ്പിൽ നിന്ന് പറിച്ച് നല്ല പച്ച ചേനയല്ലേ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ വെള്ളം എനിക്ക് കൈ ചൊറിയുണ്ട്. ഞാൻ കവറൊക്കെ ഇട്ടാണ് ചെത്തിയത്. എന്നിട്ടും കൈയൊക്കെ ചൊറിയണുണ്ട്. അപ്പോൾ ഈ വലിപ്പത്തിൽ ഇങ്ങനെ ഇതേപോലെ ചതുരനായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഴുകി വാരി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് സബോള വേണം, ഒരു തക്കാളി, അതൊക്കെ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഇട്ടിരിക്കട്ടെ വെള്ളത്തിൽ. ഞാൻ പറ്റുള്ളത് എടുക്കട്ടെ കേട്ടോ. അരച്ച് വെക്കണേന് നമ്മൾ അതിന് നാളികേരം എടുത്തു. നാളികേരം നല്ലൊരു മുറി നാളികേരം ചിരകി എടുത്തു. അതിലേക്ക് ഒരു 5-6 ചുമന്നുള്ളി, ഒരല്പം ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, അത്രയും അതിലേക്ക് ഇട്ടുണ്ട്. ഇതേ കുറച്ച് കറിവേപ്പിലയും കൂടി കൂട്ടി നമുക്ക് വറക്കാത്. നന്നായിട്ട് നാളികേരം ചുമക്ക വറക്കണം. നമുക്കിത് വറക്കാം. ചീനിച്ചട്ടി വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ആദ്യമായിട്ട് നീ പൊട്ടിത്തെറിക്കും. നമുക്ക് നാളികേരവും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് വറക്കാം. ഒരു ചെറിയ തക്കാളിയും ഒരു 3 സബോള എടുത്തിട്ടുണ്ട്. അതൊക്കെയും കൂടി ഇത് വറുത്തെടുത്തിട്ട് അത് വഴറ്റിയെടുക്കണം. പുളി വെള്ളത്തിലിടും. ശരി, നമുക്കിത് വറക്കാം. എന്നിട്ട് ചുമക്ക വറക്കണം നാളികേരം. ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യണതാ. ചേന പറമ്പിൽ നിന്ന് പറിക്കുന്ന സമയത്ത് ഇതേപോലെ വറുത്തരച്ച് കറി വെച്ചാൽ മോനൊക്കെ നല്ല ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് നോക്കാറില്ല. കഴിഞ്ഞ വർഷമൊക്കെ വെച്ചത് ദീപ്തിയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ചുമക്കാം, വറക്കാം. നാളികേരം നന്നായിട്ട് ഇതേപോലെ ചുമന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിടാം. പൊടികൾ
ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഇട്ടു. ഇനി ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂൺ മതി. നമ്മളിതിലേക്ക് പച്ചമുളക് ഇടണ്ടില്ല. 1.5 സ്പൂണ് മുളക് പൊടി ഇട്ടു. ഇതൊന്ന് നന്നായിട്ട് ആ പച്ച ചുവ ഒന്ന് മാറാം, ഒന്ന് ചുമന്ന് കിട്ടും. നന്നായിട്ടൊന്ന് ചുമക്കട്ടെ. പച്ചക്കുത്ത് മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചക്കുത്ത് ഒന്ന് മാറിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഒടുവിടാം. മഞ്ഞൾപ്പൊടി അങ്ങനെ കളർ മാറേണ്ട ആവശ്യമില്ലല്ലോ. നന്നായിട്ട് നമുക്ക് ചേനയുണ്ടല്ല, വയറിന് ഇതൊക്കെ നല്ലതാണ്. നമ്മൾ ചേന കഴിക്കണത് നല്ലതാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കണ ചേന പുഴുങ്ങിയൊക്കെ തിന്നും. ചേന പുഴുങ്ങി നല്ല കാന്താരി മുളക് ചമ്മന്തിയൊക്കെ നമ്മൾ കൊള്ളി പുഴുങ്ങി തിന്നണ പോലെ കാവത്തൊക്കെ പുഴുങ്ങി തിന്നൂലോ, അതേപോലെ ചേന, നല്ല നാടൻ ചേന പുഴുങ്ങി തിന്നാം. പിന്നെ കുട്ടികൾക്ക് നമ്മൾ കുറുക്ക് കൊടുക്കണ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ചേന ഇതേപോലെ തന്നെ നല്ല നാടൻ ചേന നമ്മുടെ പറമ്പിലത്തെ കടകളിൽ നിന്ന് മേടിക്കണത് അതൊക്കെ ഈ വരവ് ചേനകളൊക്കെയാണ്. ഇത് മുറുകി നമുക്ക് ഇനി അത് സ്റ്റവ് ഓഫാക്കി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത് ചൂടാറുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ചേന അടുപ്പത്ത് വെച്ചാൽ വേഗം വേവും. എന്നുവെച്ചാൽ നമ്മൾ കടയിലൊക്കെ ഇരുന്ന് വാടി ഇതായ ചേനയല്ലല്ലോ. നന്നായിട്ട് ചുമന്നു ഇപ്പോൾ ചൂടാറുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ ചേന അടപ്പത്ത് വെച്ചു കഴുകി. അത് അല്പം ഉപ്പിട്ട് വേവട്ടെ, നന്നായിട്ട് കിടന്ന് വേവട്ടെ ചേന. ഇതിലിട്ടു. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഒരു 3 സബോള എടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി അതിലേക്ക് ഇടാം. നമുക്ക് ഒരു 3 സബോള അത് ഇങ്ങനെ ഈ പരുവത്തിൽ 4ആയിട്ട് പൊളിച്ചിട്ട് നുറുക്കി എടുത്താണ്. ചേനയുടെ കഷ്ണത്തിൻ്റെ അതേ ഷേപ്പിൽ. ഒരു ഇടത്തരം ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ പുളി അധികം വേണ്ട വെച്ചിട്ട് പുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വഴച്ചെടുക്കാം. പച്ചയിൽ തന്നെ ഇടുമ്പോൾ ഒരു മധുരം സബോളയുടെ ഒരു ഇത് വരുമല്ലോ. അപ്പോൾ അത് നമുക്കൊന്ന് വഴറ്റി ഇടുകയാണെങ്കിൽ മൂന്ന് സബോള ഒരു ഇടത്തരം തക്കാളി കൂടിയിട്ട് സബോള 4ആയിട്ട് പൊളിച്ചിട്ട് ഇങ്ങനെ ചേനയുടെ കഷ്ണത്തിൻ്റെ ആ ഒരു ഇതിൽ നുറുക്കിയെടുത്താണ്. 4ആയിട്ട് പൊളിച്ചിട്ട് വട്ടം നുറുക്കി ഇട്ടു. ഒരു ഇടത്തരം തക്കാളിയും അതേ ഷേപ്പിൽ തന്നെ മുറിച്ച് ഇട്ടു. ഇതൊന്ന് വാട്ടി നമുക്ക് ചേനയിലേക്ക് ഇടാം. ചേന അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇത് എന്നുവെച്ചാൽ പച്ചയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ സബോള ഒരു മധുരം വരുമല്ലോ. നമുക്കിത്
സബോളയും തക്കാളിയും വഴറ്റി എടുത്തു. അത് ചേനയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കൂടെ കൂടി കിടന്ന് വേവട്ടെ. നന്നായിട്ട് ചേന ശരിക്കും വേവണം. വേഗം വെന്തോളും എന്ന് വെച്ചാൽ പറമ്പ് ചേനയായ കാരണം വേഗം വേവും. അവിടെ കിടന്ന് വേവട്ടെ. ചേന നന്നായിട്ട് വെന്തു കണ്ട. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പിനെ ചേർക്കാം. ശരിക്കും വെന്തു ചേന. നമുക്ക് അരപ്പിനെ ചേർത്ത് കൊടുക്കാം. ഇത് വറുത്തരച്ച് എടുത്തതാണ്. അരപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്ക് പാകത്തിന് വെള്ളം. വെള്ളം പാകത്തിന് ചേർക്കാം. തിളക്കട്ടെ നന്നായിട്ട്. നമുക്ക് അല്പം പുളി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നല്ല കറിയാണ് കേട്ടോ. ചേന വറുത്തരച്ച് വെച്ചാൽ നമ്മളിപ്പോൾ ചേന കാളൻ വയ്ക്കും മോരൊഴിച്ച്. കായയ്ക്ക് പകരം കായ ആണ് മിക്ക സ്ഥലത്തും കാളൻ ഉപയോഗിക്കുക. ചില സ്ഥലത്ത് സദ്യക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ചേന കായയുടെ കൂടെ ചേനയിടും. അപ്പോൾ ചേന ഇത് നല്ലതാണ്. ചേന ഞാൻ പറഞ്ഞു, ചേന നമുക്ക് വയറിനും ഇതൊക്കെ നല്ല സാധനമാണ്. നമ്മുടെ പറമ്പിൽ ഉണ്ടാവണതും ഇതൊക്കെയാണ്. നല്ല ടേസ്റ്റും ഉണ്ടാവും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പണിക്കൊക്കെ, ഞാൻ പാടത്തെ പണിക്കൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ചോറ്, അവർ ഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ തരികയാണെങ്കിൽ ചേനയൊക്കെയാണ്, ചേന പറിക്കുന്ന സമയത്ത് ചേനയൊക്കെയാണ് കറി വയ്ക്കുക. അന്നധികം പച്ചക്കറിയും കടയിൽ നിന്ന് മേടിക്കലില്ല. ഒക്കെ പറമ്പുകളിലുള്ള ഇതൊക്കെയാണ് കറികൾ വയ്ക്കുക. അതുപോലെ കാവത്ത് പുളി ചേർക്കാം. നമുക്കതിലേക്ക് പുളി ചേർക്കാം. ഇതിപ്പോൾ ചേനയാന്ന് വെച്ച് ചൊറിയൂന്ന് വെച്ചിട്ടല്ല കേട്ടോ പുളി ചേർക്കണേ. ഒരു പുളി രസം ഇതാവാൻ വേണ്ടിയിട്ട് പുളി ചേർക്കണതാണ്. ചേന വെന്ത് കഴിഞ്ഞാൽ ചൊറിയില്ല. നമ്മൾ പുഴുങ്ങിയൊക്കെ തിന്നും ചേന. ഞാൻ പറഞ്ഞല്ലോ, ചേന പുഴുങ്ങി നമ്മൾ കാവത്തും കൊള്ളിയൊക്കെ പുഴുങ്ങി തിന്നുന്നത് പോലെ തന്നെ നല്ല നാടൻ ചേന പുഴുങ്ങി തിന്നാൻ നല്ലതാണ്.
അതിൽ നല്ല കാന്താരി മുളക് ചമ്മന്തിയും ഇതൊക്കെ അരച്ച് കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ് ചേന പുഴുങ്ങി തിന്നാൻ. നമ്മളത് മേടിക്കണ ഈ മാർക്കറ്റിൽ നിന്ന് മേടിക്കണ ചേനയൊന്നും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. പുളി ചേർത്ത് തിളച്ചു പാകത്തിനാണോ എന്ന്. പുളിയുണ്ട്, ഉപ്പ് അല്പം കുറവാണ്, ഉപ്പിടാം. പുളി അത് മതിയില്ല. നമുക്ക് നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ട് നമുക്കത് കാച്ചി വയ്ക്കാം. കറി വെന്തു പാകമായി. അരപ്പൊക്കെ ചേർത്ത് ഉപ്പും പുളിയൊക്കെ പാകത്തിന് ഇതായി. നമുക്കിതിലേക്ക് ഇനി ഇത് ഇറക്കി വെച്ചിട്ട് കാച്ചി കടുക് പൊട്ടിക്കാം. ഞാൻ ഉള്ളിയൊന്നും എടുക്കണില്ല. വെച്ചിട്ട് ചൂട് പിടിക്കട്ടെ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. നമ്മൾ വറുത്ത് വെളിച്ചെണ്ണയിലാണല്ലോ വറുത്തരച്ചിട്ടുണ്ട്. പിന്നെ അത് സബോളയും തക്കാളിയൊക്കെ വാട്ടിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഇതായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. ഇത് കൊച്ചാണ്. 4-5 പച്ചമുളക് ഇട്ട് കൊടുത്തു. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കറിവേപ്പിലയും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് ഇതാവട്ടെ. ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് ഇത്തിരി കുറവാണ് കറിക്ക്. അപ്പോൾ ഒരു 1/2 സ്പൂണ് മുളക് പൊടി. നമുക്ക് കറി ഇത് കടുകൊക്കെ പൊട്ടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനെ നമ്മുടെ ചേനക്കറി റെഡിയായി. ടേസ്റ്റൊക്കെ ഉണ്ട്. അല്പം പുളിയും ഇതൊക്കെ ചേർത്ത് വേണമെങ്കിൽ ഒരു അല്പം മധുരത്തിൻ്റെ ശർക്കരയുടെ ഇടാം. അപ്പോൾ ഒരു ഇത്തിരി മധുരം കൂടി ഇതാവും. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. പുളി രസം മതി. നല്ല ടേസ്റ്റാണ്. എരിവും നാളികേരം വറുത്തരച്ച ഒരു ടേസ്റ്റൊക്കെയും കൂടി ആവുമ്പോൾ നല്ല ഇതായിട്ട് കിട്ടും. നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും ഇത്. ഇത് പരീക്ഷിച്ച് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചേന പുഴുങ്ങി കഴിക്കാം. നമ്മുടെ പറമ്പിലത്തെ നാടൻ ചേന തെക്കോട്ടൊക്കെ നല്ല ഇതായിട്ട് അവർ പുഴുങ്ങി തിന്നും. ഞാൻ എൻ്റെ വീട്ടിലാണ് ചേന പുഴുങ്ങി തിന്നിട്ടുള്ളത്. അപ്പോൾ
ചേന പുഴുങ്ങിയിട്ട് കാന്താരിമുളക് ചമ്മന്തിയൊക്കെ കൂട്ടി അങ്ങനെ അത് കഴിക്കാം. പിന്നെ നമുക്ക് കുറുക്ക് കൊടുക്കണ പാകമുള്ള കുട്ടികൾക്ക് നമ്മൾ പുല്ലുപൊടി സൂചി ഗോതമ്പ് അങ്ങനെയുള്ള കായ, കണ്ണൻകായ അല്ലെങ്കിൽ നേന്ത്രക്കായ അങ്ങനെയൊക്കെ ഉണക്കി പൊടിച്ച് നമ്മൾ കുറുക്കി കൊടുക്കും. അത് സ്ഥിരം ഒരു ഇത് തന്നെ ആവുമ്പോൾ കുട്ടികൾ മടുക്കൂലോ. അപ്പോൾ നമുക്ക് ചേന നല്ല പറമ്പിൽ നിന്നുള്ള നമ്മുടെ നാടൻ ചേന ഉണക്കി ചെത്തി കഴുകി ഉണക്കി പൊടിച്ച് അത് ഉണക്കിപ്പോൾ ഇതാക്കി ഒരു നല്ല ചില്ലുകുപ്പിയിൽ എന്തെങ്കിലും ആക്കി വെച്ചിട്ട് ആവശ്യത്തിന് നമ്മൾ പൊടിച്ചാൽ മതി. പൊടിച്ചിട്ട് അത് കൽക്കണ്ടം അവർക്ക് കഴിക്കാവുന്ന ഇതിൽ അല്പം ഒരു സ്പൂൺ പൊടിയൊക്കെയല്ലേ വേണ്ടു. അപ്പോൾ അത് നമ്മൾ അല്പം കൽക്കണ്ടവും ഇത്തിരി പാലും ഇതൊക്കെ ഒഴിച്ചിട്ട് കുറുക്കി ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. കുറുക്കി കൊടുക്കാം, നല്ലതാണ്. അവർക്ക് വയറ് കടി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കുട്ടികൾക്ക്. അല്ലാണ്ടും ചേന നല്ലതാണ് കുറുക്കി കൊടുക്കാൻ. അപ്പം എല്ലാവർക്കും കിട്ടില്ല പറമ്പ് ചേന, ഒക്കെ മാർക്കറ്റിൽ നിന്ന് മേടിക്കണ ഇത് തന്നെ ആണ്. അപ്പോൾ പറമ്പിൽ നിന്ന് തെക്കോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചേന പറമ്പുകളിൽ സ്ഥിരം കൃഷി ചെയ്യണവരാണ്, നന്നായിട്ട് ചേനയൊക്കെ കൃഷി ചെയ്ത് ഇതാവണവരാണ്. അപ്പോൾ എനിക്ക് വീട്ടാവശ്യത്തിനുള്ള ചേനയൊക്കെ കിട്ടും. എന്നാലും കൂടിയിട്ട് പറിക്കേണ്ട മടിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു അവിയലും ഒക്കെ വയ്ക്കണമെങ്കിൽ ഒരു കഷ്ണം ചേന പച്ചക്കറി മേടിക്കണ കൂടെ മേടിക്കുക ചെയ്യുക, പറിച്ചെടുത്ത് കൊണ്ടുവരണ്ടേ. അപ്പോൾ പിന്നെ പറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചേന പറിച്ചിട്ട് മുറിച്ച് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ബാക്കി അവിടെ ഇരുന്നതെന്ന് വെച്ചാൽ ചേന നമ്മൾ മുറിച്ച് വെച്ച് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അത് വേവാൻ ഇത്തിരി താമസമാണ്, ശരിക്കും വെന്ത് കിട്ടില്ല, അതിൻ്റെ ടേസ്റ്റും മാറും. അപ്പോൾ അതുകൊണ്ട് അവിയൽ വയ്ക്കാൻ ഒരു അല്പം ചേനയല്ലേ വേണ്ടു. അപ്പോൾ അതിനൊന്നും ഞാൻ പറിക്കാറില്ല. ഇന്നലെ അപ്പോൾ അത് 2 കൊല്ലം ആയിട്ടുണ്ട് പറിക്കാണ്ട് കിടന്ന്. അതാണ് അത്രയും വലിപ്പം വന്നത്. ഞാൻ അതിൻ്റെ ചെറിയ ചേനയാണ് മുറിച്ചെടുത്തത്, വലുത് ഞാൻ മുറിച്ചിട്ടില്ല. വലുത് മുറിച്ച് പാകത്തിനാക്കി നടണം. ചേന വേറെയും പറിക്കാൻ കിടക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ഞാൻ പറിക്കണില്ല, എനിക്ക് വയ്യ ഒക്കെ പറിക്കാമെന്ന് പറഞ്ഞെങ്കിൽ പറിച്ച് നടാൻ നിൽക്കണം. എന്നുവെച്ചാൽ നമ്മൾ ശരിക്കും കുംഭമാസയിലാണ് ചേന നടുക. കുംഭമാസയിൽ നിലാവ് വട്ടം വയ്ക്കണ സമയത്താണ് ചേന നടുക എന്നാണ് പറയുക. കുംഭമാസത്തിൽ നമുക്ക് പുതുമഴയൊക്കെ പെയ്ത് കിട്ടുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ മുമ്പേ കുഴിയെടുത്ത് അതിൽ ചവറൊക്കെ ഇട്ട് കത്തിച്ച് ഇതാക്കിയൊക്കെ ഇട്ടേക്കും. എന്നിട്ട് അതിൽ കുംഭമാസയിൽ മഴ പെയ്യുമ്പോൾ അപ്പോഴത്തേക്ക് ചേനയൊക്കെ നമ്മൾ മുറിച്ച് ചാണകപ്പാലിൽ മുക്കി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുളച്ചിരിക്കും. എന്നിട്ട് അത് കുംഭമാസത്തിൽ മഴ പെയ്യുമ്പോൾ നമ്മളത് വല്ല ചവറ അതും ഇതൊക്കെ ഇട്ട് നട്ടു കൊടുക്കും. ഇതിപ്പോൾ കുംഭമാസത്തിൽ മഴ പെയ്തു, പക്ഷെ പറിച്ചില്ല. ഞാൻ കണ്ണോപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കാറുന്നല്ലോ, അപ്പോൾ അത് കാരണം അതിലേക്കൊന്നും നോക്കിയില്ല. ഇപ്പോൾ ഇന്നലെ ഒരു മഴ പെയ്തു, അപ്പോഴാണ് ഞാൻ പറിച്ചത് ചേന. അപ്പോഴും അടിയിലേക്ക് വെള്ളം എത്തിയിട്ടില്ല, മഴ ചേന അടിയിൽ പോയി പറിക്കാണ്ട് കിടന്നിട്ട്. അപ്പോൾ അത് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ നമ്മളെന്നും ഇപ്പോൾ ഒരു തരം കറി തന്നെ വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇഷ്ടമാവും. ഇന്നിപ്പോൾ ഇവർ നോണൊക്കെ മേടിക്കണം ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ചേന വറുത്തരച്ച് വയ്ക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക, ഇഷ്ടമാവുകയാണെങ്കിൽ പറയുക, അഭിപ്രായം പറയുക. ശരി, നമുക്ക് വീണ്ടും കാണാം. ഞാൻ ചേന വറക്കാനുള്ള ചേന അവിടെ വെച്ചിട്ടുണ്ട്, അതിന് ചെത്തി അതിൽ പണിയണം. ശരി, എന്നാൽ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക, ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക.